നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ഗുണനിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്ന ത്രിവേണി മെഗാമാർട്ടിന് തുടക്കമായി. അമ്പലപ്പുഴ കച്ചേരി മുക്കിന് സമീപമാണ് മെഗാമാർട്ടിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ വട്ടയാൽ സെന്റ് മേരീസ് ഹൈസ്കൂളിനെ ആദരിച്ചു. ചടങ്ങിൽ പ്രദേശത്തെ നിർധനരായ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വലിയകുളം ത്രിവേണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നോ ഡ്രഗ്സ് വി ലവ് ക്രിക്കറ്റ് എന്ന സന്ദേശവുമായി ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തി. കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ തീരപ്രദേശത്തെ പുലിമുട്ട് നിർമ്മാണത്തിന് തുടക്കമായി. ഫേസ് 2-ൽ 60 കോടി രൂപ ചെലവിൽ കാക്കാടം മുതൽ പുന്നപ്ര വരെയുള്ള തീരത്താണ് പുലിമുട്ടിനായുള്ള പാറക്കല്ലുകൾ ഇറക്കി തുടങ്ങിയത്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. സലാം MLA യൂണിറ്റിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഗുണനിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്ന ത്രിവേണി മെഗാമാർട്ടിന് തുടക്കമായി. അമ്പലപ്പുഴ കച്ചേരി മുക്കിന് സമീപമാണ് മെഗാമാർട്ടിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സലാം MLA മെഗാമാർട്ടിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. ഗുണനിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്ന ത്രിവേണി മെഗാമാർട്ടിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. അമ്പലപ്പുഴ കച്ചേരി മുക്കിന് സമീപമാണ് മെഗാമാർട്ടിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിച്ച് ഉപഭോക്താക്കൾക്ക് സഹായകരമായ നിലയിൽ പ്രവർത്തിക്കുന്ന ത്രിവേണി മെഗാമാർട്ട് സലാം MLA ഉദ്ഘാടനം ചെയ്തു. ആ തരത്തിൽ ഇത്രയും ദീർഘവർഷമായി നമ്മുടെ പ്രദേശത്ത് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ സ്ഥാപനം ഈ പുതിയ കെട്ടിടത്തിലേക്ക് മാറുമ്പോൾ നിശ്ചയമായും കുറച്ചുകൂടി ജനങ്ങൾക്ക് എത്തിച്ചേരാനും എല്ലാ ഭാഗത്തെയും ജനങ്ങൾ എത്തിച്ചേരാനും കെട്ടിടത്തിൻ്റെ ഉള്ളിലും കുറച്ചുകൂടി സൗകര്യം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ പുതിയ സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ ഈ പ്രവർത്തനം ആരംഭിക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നേരിട്ട് സ്വാധീനം ചെലുത്തപ്പെടുന്ന ഒരു സ്ഥാപനമാണ് കൺസ്യൂമർ ഫെഡ്. അതിവിടെ നേരത്തെ അധ്യക്ഷനും അതുപോലെ തന്നെ സ്വാഗത പ്രസംഗ സുന്ദരിയുടെ പറഞ്ഞു. സഹകരണ വകുപ്പിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ സഹകരണ വകുപ്പ് നമ്മുടെ സമൂഹത്തിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇടപെടുകയും എല്ലാ മേഖലയിലൂടെയും ജനങ്ങളെ സഹായിക്കാൻ കഴിയുന്ന വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചു പോകുന്ന ഒരു സ്ഥാപനമാണ്. ഇതുപോലെയുള്ള ഷോപ്പുകൾ കൺസ്യൂമറിന്റെ ഭാഗമായ ഷോപ്പുകൾ മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനം ഉൾപ്പെടെ കേപ്പിന്റെ കീഴിൽ ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലാഭകരമായി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ധാരാളം സഹകരണ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ കാണാം. ആശുപത്രികൾ കേരളത്തിൽ കാണാം. നമ്മുടെ തന്നെ മണ്ഡലത്തിലെ സഹകരണ ആശുപത്രി സഹകരണ വകുപ്പിന്റെ കീഴിലെ കേപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. ലക്കി ഡ്രോയിൽ 1ഉം 2ഉം സമ്മാന ജേതാക്കൾക്ക് വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് എന്നിവയും ചടങ്ങിൽ വിതരണം ചെയ്തു. കച്ചേരി മുക്കിന് 100 മീറ്ററോളം കിഴക്കുമാറി ത്രിവേണിക്കൊപ്പം ഉണ്ടായിരുന്ന നീതി മെഡിക്കൽ സ്റ്റോറും അടുത്ത ദിവസം ത്രിവേണിയോട് ചേർന്ന് പ്രവർത്തിച്ചു തുടങ്ങും. ജംഗ്ഷനിൽ നിന്ന് 50 മീറ്ററോളം വടക്ക് ദേശീയപാതയ്ക്ക് കിഴക്ക് വശത്താണ് മെഗാമാർട്ട് മാറ്റി സ്ഥാപിച്ചത്. കൺസ്യൂമർ ഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓമനക്കുട്ടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ ആദ്യ വിൽപ്പന നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീജ രതീഷ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KC അത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ G വേണുലാൽ, V അനിത, പഞ്ചായത്ത് അംഗം K മനോജ് കുമാർ, പ്ലാക്കുടി ലൈൻ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കരുമാടി ശശി, കെട്ടിട ഉടമ വേലപ്പൻ, കൺസ്യൂമർ ഫെഡ് മാർക്കറ്റിംഗ് മാനേജർ CA അജയ്കുമാർ എന്നിവർ സംസാരിച്ചു. റീജിയണൽ മാനേജർ P സുനിൽ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ വട്ടയാൽ സെന്റ് മേരീസ് സ്കൂളിനെ ആദരിച്ചു. ചടങ്ങിൽ പ്രദേശത്തെ നിർധനരായ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ വട്ടയാൽ സെന്റ് മേരീസ് ഹൈസ്കൂളിനെ ആദരിക്കലും പ്രദേശത്തെ നിർധനരായ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. വലിയകുളം ത്രിവേണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ YMA ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ത്രിവേണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് രക്ഷാധികാരിയും ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമായ VG വിഷ്ണു ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞുങ്ങൾ നാളെ ആരൊക്കെ ആയിത്തീരും നമുക്ക് പറയാൻ കഴിയില്ല. ഇവിടെ വലിയ മിടുക്കന്മാരായി മിടുക്കുകളായി പഠിച്ച് നമുക്കിടയിൽ നിന്നും ഇപ്പോൾ ഒരു കുട്ടി പഠിച്ചു വരുമ്പോൾ ഡോക്ടറാവുക അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു കളക്ടറാവുക എന്നുള്ള ആഗ്രഹമാണ് പലപ്പോഴും മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷെ മാനസികമായി ഇതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികൾക്കുള്ള കഴിവുകളെ പരമാവധി അത് പരിപോഷിപ്പിച്ച്
അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ കൂടി അവരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാവും നല്ലത് എന്നാണ് പൊതുവായി നമ്മുടെ പുതിയ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഇടപെടലുകളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു കുട്ടിയെ നമ്മൾ ഫോഴ്സ് ചെയ്ത് അയാളെ ഡോക്ടറാക്കാൻ ശ്രമിക്കുന്നതും അത് ഒരു നല്ലൊരു കലാകാരിയാണ് അല്ലെങ്കിൽ നല്ലൊരു കായിക താരമാണെങ്കിൽ അയാളെ ആ കായിക താരമാക്കി മാറ്റാനുള്ള സഹായങ്ങളാണ് സത്യത്തിൽ മാതാപിതാക്കൾ, അധ്യാപകരും സ്കൂളും. പഠനം വേണ്ടോന്നല്ല, പക്ഷെ അവനെ നാളെ ജീവിതത്തിൽ പ്രാപ്തമാക്കാൻ, ജീവിക്കാൻ പ്രാപ്തമാക്കാൻ കഴിയുന്ന പൊതുവായ ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തണം. ഒരു വ്യക്തി എന്ന നിലയിൽ അയാൾക്ക് ഈ പൊതുസമൂഹത്തിനകത്ത് ഇനിയുള്ള ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് തുടർന്നുള്ള ഒരു 10-80 വർഷം. ക്ലബ് പ്രസിഡന്റ് വി കെ നാസറുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ നസീർ പുന്നക്കൽ, ആർ വിനീത, കൗൺസിലർമാരായ ക്ലാരമ്മ പീറ്റർ, ബി അജേഷ്, നിജിത ഹാരിസ്, പ്രഭാ ശശികുമാർ, എച്ച് എം മേരിലീന, എലിസബത്ത് ജോസഫ് എന്നിവർ സംസാരിച്ചു. ത്രിവേണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ജനറൽ സെക്രട്ടറി ഷെരീഫ് കുട്ടി ചടങ്ങിന് നന്ദി പറഞ്ഞു. നോ ഡ്രഗ്സ് വി ലവ് ക്രിക്കറ്റ് എന്ന സന്ദേശവുമായി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. നോ ഡ്രഗ്സ് വി ലവ് ക്രിക്കറ്റ് എന്ന സന്ദേശവുമായി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ആലപ്പുഴ തിരുവമ്പാടി ക്യാബിനറ്റ് സ്പോർട്സ് സെന്ററിൽ സംഘടിപ്പിച്ച ടൂർണമെന്റ് കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി എസ് ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. നമ്മളറിയാം, നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തോളമായി ജില്ലാ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴ ജില്ലാ സമ്മേളനം നടത്തുന്നത്. കോട്ടയത്ത് വെച്ച് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന 21ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഈ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നോ ഡ്രഗ്സ് വി ലവ് ക്രിക്കറ്റ് എന്ന ഒരു ക്യാപ്ഷനാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഈ മത്സരം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്ത ഇവിടുത്തെ ജില്ലാ കമ്മിറ്റിയെ ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ്. കാര്യം ഈ ഒരു അവസരത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന്. അതുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ ക്രിക്കറ്റ് ടൂർണമെന്റ് KNEF ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആർ നാരായണൻ നായർ, വൈസ് പ്രസിഡന്റ് സ്മിത ചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി CG മാത്യു, പ്രസ് ക്ലബ് പ്രസിഡന്റ് റോയി കൊട്ടാരച്ചിറ, സെക്രട്ടറി രജീഷ് എന്നിവർ സംബന്ധിച്ചു. കേരള കൗമുദി, മാതൃഭൂമി, KUWJ എന്നീ ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ കേരള കൗമുദി വിജയികളായി. KUWJ, മാതൃഭൂമി എന്നീ ടീമുകൾ യഥാക്രമം 2-3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ഞായറാഴ്ച ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് വിജയികൾക്കുള്ള പുരസ്കാരം വിതരണം ചെയ്യുമെന്നും ബന്ധപ്പെട്ട അധികൃതർ സൂചിപ്പിച്ചു. അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ തീരപ്രദേശത്തെ പുലിമുട്ട് നിർമ്മാണത്തിന് തുടക്കമായി. ഫേസ് 2-ൽ 60 കോടി രൂപ ചെലവിൽ കാക്കാഴം മുതൽ പുന്നപ്ര വരെയുള്ള തീരത്താണ് പുലിമുട്ടിനായുള്ള പാറക്കല്ലുകൾ ഇറക്കി തുടങ്ങിയത്. അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ തീരത്ത് പുലിമുട്ട് നിർമ്മാണത്തിന് തുടക്കമായി. ഫേസ് 2-ൽ 60 കോടി രൂപ ചെലവിൽ കാക്കാഴം മുതൽ പുന്നപ്ര വരെയുള്ള തീരത്താണ് പുലിമുട്ട് നിർമ്മാണത്തിന്റെ ഭാഗമായി പാറക്കല്ലുകൾ ഇറക്കി തുടങ്ങിയത്. 70 കോടി രൂപ ചെലവിൽ കോമന മുതൽ കാക്കാഴം വരെയുള്ള ഭാഗത്ത് 30 പുലിമുട്ടുകളും 40 മീറ്റർ സീവാളും നേരത്തെ 1ാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയിരുന്നു. 2ാം ഘട്ടത്തിൽ 1.8 കിലോമീറ്റർ നീളത്തിൽ വളഞ്ഞവഴി മുതൽ പുന്നപ്ര വരെയുള്ള ഭാഗത്ത് 19 പുലിമുട്ടുകളാണ് പൂർത്തിയാക്കുക. 1.5 വർഷം മുമ്പ് കിഫ്ബിയിൽ നിന്നും പണം അനുവദിച്ചിരുന്നെങ്കിലും പാറയുടെ ലഭ്യത കുറവും വിലയിൽ വന്ന വ്യത്യാസവും നിർമ്മാണത്തിന് തടസ്സം നേരിട്ടു. സാങ്കേതികമായി നിരവധി പ്രശ്നങ്ങളും പുലിമുട്ടുകളുടെ നിർമ്മാണത്തിന് തടസ്സമായി മാറി. HSLAM MLAയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ കിഫ്ബി യോഗം ചേരുകയും കോന്നി മെഡിക്കൽ കോളേജ് സ്ഥലത്ത് സൂക്ഷിച്ചിരുന്ന പാറക്കല്ലുകൾ എടുക്കുന്നതിന് സർക്കാരിലേക്ക് ശുപാർശയും നൽകി. തുടർന്ന് ഇറിഗേഷൻ, റവന്യൂ, ആരോഗ്യ വകുപ്പുകൾ സംയുക്ത യോഗം ചേർന്ന് നിർദ്ദേശം അംഗീകരിക്കുകയും സർക്കാർ ഉത്തരവാവുകയും ചെയ്തു. കല്ലെത്തിക്കുന്നതിനുള്ള സാങ്കേതിക നടപടികളെല്ലാം ബുധനാഴ്ച പൂർത്തിയായതിനെ തുടർന്നാണിപ്പോൾ പാറക്കല്ലുകൾ എത്തിത്തുടങ്ങിയത്. ഫേസ് 2-ലെ ആദ്യ പുലിമുട്ടിന്റെ നിർമ്മാണം HSLAM MLA ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ തീരദേശത്തെ പുലിമുട്ട് നിർമ്മാണത്തിൻ്റെ ഫേസ് 2-ൽ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് ആരംഭിച്ചു. 1.5 വർഷം മുമ്പ് തന്നെ ഗവൺമെൻറ് കിഫ്ബിയിൽ നിന്ന് പണം അനുവദിച്ചിരുന്നതാണ്. 60 കോടിയാണ് ഇതിൻ്റെ ആകെ ചെലവ് വരുന്നത്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ച ഘട്ടത്തിൽ ഏറെ തടസ്സങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു. കല്ലിൻ്റെ ലഭ്യത കുറവ്, അതിൻ്റെ വിലയിലുണ്ടായ വർധനവ്, പിന്നെ കുറേ സാങ്കേതികമായ പ്രശ്നങ്ങൾ, തടസ്സങ്ങളൊക്കെ അതിന് ഭാഗമായിട്ട് വന്നു. ചെന്നൈ IITയുടെ 2ാമത്തെ പഠന റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയിട്ട് വീണ്ടും അത് റീഡിസൈൻ ചെയ്ത് 19 പുലിമുട്ടുകളാണ് ഇപ്പോൾ 2ാം ഘട്ടമായി നിർമ്മിക്കുന്നത്. ഫേസ് 1-ൽ നിശ്ചയിച്ച് തീരുമാനിച്ച് നിർമ്മിച്ച പുന്നപ്ര ഭാഗത്തെ ലാസ്റ്റ് പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്ന
19 പുതുവിട്ടാണ് ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. പ്രധാനമായി കല്ലിൻ്റെ ക്ഷാമം പരിഹരിക്കാൻ ഞാൻ തന്നെ മന്ത്രിമാർക്ക് കത്ത് കൊടുക്കുകയും കിഫ്ബിയിൽ മീറ്റിംഗ് ചേരുകയും ഇറിഗേഷൻ, റവന്യൂ, ആരോഗ്യവകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ 3 വകുപ്പിൻ്റെയും സംയുക്തമായ യോഗം ചേർന്ന് കോന്നി മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി C. ഷാംജി, ഏരിയ സെക്രട്ടറി സുദർശനൻ, CPIM നെർക്കുന്നം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി S. ഹാരിസ്, കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ജനറൽ മാനേജർ ഹരൺ ബാബു, പ്രോജക്ട് കോർഡിനേറ്റർ P. മഹാദേവൻ, പ്രോജക്ട് എഞ്ചിനീയർമാരായ ഫസീല, ഗോപിക എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. H. സലാം MLA വെറ്റിനറി യൂണിറ്റിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ റീബിൽഡ് കേരള പദ്ധതിയിൽ അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. H. സലാം MLA വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. വളർത്തുമൃഗങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ചികിത്സയ്ക്കായി ഡോക്ടറുടെ സേവനം വീട്ടുപടിക്കൽ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. പശു ഒന്നിന് 450, അതോടൊപ്പം ഒന്നുകൂടി ഉണ്ടെങ്കിൽ അധികമായി 250 രൂപ കൂടി ചികിത്സാ ഫീസായും മരുന്നിനുമായും നൽകണം. നായ ഒന്നിന് ചികിത്സയ്ക്കും മരുന്നിനുമായി 950 രൂപയാണ് ഈടാക്കുക. ഡോക്ടർ, ഡ്രൈവർ കം അറ്റൻഡർ എന്നിവരുടെ സേവനമുണ്ടാകും. 1962 എന്ന ടോൾ ഫ്രീ നമ്പർ വഴിയാണ് വീട്ടുപടിക്കൽ സേവനമെത്തുക. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 6 മുതൽ പുലർച്ചെ 5 വരെയാണ് പ്രവർത്തന സമയം. അമ്പലപ്പുഴ കൂടാതെ വെളിയനാട്, ചമ്പക്കുളം ബ്ലോക്കുകളിലും ഇതിന്റെ പ്രവർത്തന പരിധിയിൽ വരും. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ PV അരുണോദയ, ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ്, അമ്പലപ്പുഴ വടക്ക്, അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ S. ഹാരിസ്, ശോഭ ബാലൻ, ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ രാജീവ്, സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ഹേമ നായർ, മൃഗസംരക്ഷണ വകുപ്പ് ഡോക്ടർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരള NGO യൂണിയൻ 62ാം സംസ്ഥാന സമ്മേളനം ഈ മാസം 25, 26, 27 തീയതികളിലായി ആലപ്പുഴ പാതിരാപ്പള്ളി കാമലോട്ട് കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 25-ന് നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരള NGO യൂണിയന്റെ 62ാം സംസ്ഥാന സമ്മേളനം ഈ മാസം 25, 26, 27 തീയതികളിലായി ആലപ്പുഴ പാതിരാപ്പള്ളി കാമലോട്ട് കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 25-ാം തീയതി രാവിലെ സംഘടനയുടെ കൗൺസിലും അതിനുശേഷമാണ് ഉച്ചകഴിഞ്ഞ് 3:30 മണിക്ക് സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനനായിട്ടുള്ള കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നത്. തുടർന്ന് ഓരോ ദിവസക്കാലവും വ്യത്യസ്തങ്ങളായ വിവിധ മേഖലയുമായി ബന്ധപ്പെട്ട സെമിനാറുകളും സമ്മേളനങ്ങളും എല്ലാം ഇതിന്റെ ഭാഗമായി നടക്കുകയാണ്. ഇന്നത്തെ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ കാലവർഷത്തിന്റെ വരവും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് തന്നെ പ്രകടനം ഒഴിവാക്കിയിട്ടുണ്ട്. പ്രകടനം പൊതുസമ്മേളനമില്ല. 25-ന് നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംഘടനയുടെ 62 വർഷത്തെ ചരിത്രത്തിൽ ഇത് 5ാം തവണയാണ് ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നത്. 304 വനിതകൾ ഉൾപ്പെടെ 948 പ്രതിനിധികൾ സമ്മേളനത്തിൽ സംബന്ധിക്കും. മെയ് 26-ന് നടക്കുന്ന സുഹൃത്ത് സമ്മേളനം CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് CS സുജാത ഉദ്ഘാടനം ചെയ്യും. നവകേരള നിർമ്മാണത്തിൽ സിവിൽ സർവീസിനുള്ള പങ്കെന്ന വിഷയത്തിൽ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് പ്രഭാഷണം നടത്തും. തുടർന്ന് നടക്കുന്ന ദേശീയതയുടെ വർത്തമാനം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഡോക്ടർ സുനിൽ P. ഇളയിടം, MM ഷിനാസ് എന്നിവർ സംബന്ധിക്കും. 27-ന് നടക്കുന്ന ധനകാര്യ ഫെഡറലിസവും സിവിൽ സർവീസും എന്ന വിഷയത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പ്രഭാഷണം നടത്തും. സ്വാഗത സംഘം ചെയർമാൻ PP ചിത്തരഞ്ജൻ MLA, NGO യൂണിയൻ ജനറൽ സെക്രട്ടറി MA അനിൽകുമാർ, പ്രസിഡന്റ് MV ശശിധരൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ B. സന്തോഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുണനിലവാരമുള്ള നിത്യോപയോഗ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്ന ത്രിവേണി മെഗാമാർട്ടിന് തുടക്കമായി. അമ്പലപ്പുഴ കച്ചേരി മുക്കിന് സമീപമാണ് മെഗാമാർട്ടിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കിയ വട്ടയാൽ സെന്റ് മേരീസ് ഹൈസ്കൂളിനെ ആദരിച്ചു. ചടങ്ങിൽ പ്രദേശത്തെ നിർധനരായ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വലിയകുളം ത്രിവേണി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്.
നോ ഡ്രഗ്സ് വി ലവ് ക്രിക്കറ്റ് എന്ന സന്ദേശവുമായി ക്രിക്കറ്റ് ടൂർണമെന്റ് നടത്തി. കേരള ന്യൂസ് പേപ്പർ എംപ്ലോയീസ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. അമ്പലപ്പുഴ മണ്ഡലത്തിന്റെ തീരപ്രദേശത്തെ പുലിമുട്ട് നിർമ്മാണത്തിന് തുടക്കമായി. ഫേസ് 2-ൽ 60 കോടി രൂപ ചെലവിൽ കാക്കാടം മുതൽ പുന്നപ്ര വരെയുള്ള തീരത്താണ് പുലിമുട്ടിനായുള്ള പാറക്കല്ലുകൾ ഇറക്കി തുടങ്ങിയത്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. എച്ച് സലാം MLA യൂണിറ്റിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.